PSC ഹോംവർക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC എക്സാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് സീരീസിലെ 8ാമത്തെ ഓഡിയോയാണ്. സ്റ്റാർട്ട് ചെയ്യാം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ സുപ്രീം കോടതി എവിടെയാണ് സ്ഥിതി ചെയ്തത്? കൽക്കട്ട. ശരീരത്തിൽ ചൂട് ക്രമീകരിക്കുന്ന അവയവം? ത്വക്ക്. യൂബർ കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ സ്റ്റേഡിയം? മറക്കാന സ്റ്റേഡിയം. വാർത്താവിനിമയ ഉപഗ്രഹങ്ങൾ സ്ഥിതി ചെയ്യുന്നത് അന്തരീക്ഷത്തിലെ ഏതു പാളിയിലാണ്? അയണോസ്ഫിയർ. മലേറിയ ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? പ്ലീഹ. മരതക ദ്വീപ് എന്നറിയപ്പെടുന്ന രാജ്യം? അയർലൻഡ്. ക്യാരറ്റിന് നിറം കൊടുക്കുന്ന വർണ്ണകം? കരോട്ടിൻ. ഇന്ത്യയുടെ മുന്തിരി നഗരം എന്നറിയപ്പെടുന്നത്? നാസിക്. എന്താണ് സിൽവികൾച്ചർ? വനവത്കരണം. ഫലങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത്? മാംഗോസ്റ്റിൻ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര? അധോമഹാസിര. മനുഷ്യ ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം? മെഡുല്ല ഒബ്ലോങ്കേറ്റ. ലോകത്തിലെ ഏറ്റവും വലിയ ക്രൈസ്തവ ദേവാലയം? സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, അത് വത്തിക്കാനിലാണ്. പവിഴദ്വീപ് എന്നറിയപ്പെടുന്നത്? ബഹ്റൈൻ. ഏറ്റവും ബൃഹത്തായ വേദം? അഥർവവേദം. സപ്താംഗ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ്? കൗടില്യൻ. ഏറ്റവും പഴക്കമുള്ള ഇതിഹാസം? രാമായണം. രാഷ്ട്രപതി നിലയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഹൈദരാബാദ്. രാഷ്ട്രപതി നിവാസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? സിംല. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ബാങ്കിംഗ് സേവന സംസ്ഥാനം? കേരളം. ഇന്ത്യയിലെ ആദ്യ സാക്ഷരതാ പഞ്ചായത്ത്? പള്ളിച്ചൽ, അത് തിരുവനന്തപുരത്താണ്. ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ പ്ലാസ്റ്റിക് മാലിന്യരഹിത ജില്ല? കോഴിക്കോട്. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന മാംസ്യം? ഫൈബ്രിനോജൻ. ഹിജ്റ വർഷം ആരംഭിച്ചത് എന്ന്? AD 622. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ? വിറ്റാമിൻ A, D, E, K. ഇന്ത്യയിൽ മണി ഓർഡർ സംവിധാനം ആരംഭിച്ച വർഷം? 1880. 1880. കരസേനാ ദിനം എന്ന്? ജനുവരി 15. ടെന്നീസിൽ പുരുഷന്മാർക്ക് മാത്രമായുള്ള ചാമ്പ്യൻഷിപ്പ്? ഡേവിസ് കപ്പ്. രാജീവ് ഗാന്ധി ഖേൽ രത്ന അവാർഡ് നേടിയ ടെന്നീസ് താരം? ലിയാൻഡർ പേസ്. ഏഷ്യൻ ജൂനിയർ ടെന്നീസിൽ കിരീടം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി? സാനിയ മിർസ. ക്രിക്കറ്റ് ബാറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന മരം? വില്ലോ മരം. അക്ഷയ പദ്ധതി ആദ്യമായി തുടങ്ങിയ ജില്ല? മലപ്പുറം. ICCയുടെ പൂർണ്ണനാമം? ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. ലോകത്തിലെ ഏറ്റവും വലിയ ശൈത്യ മരുഭൂമി? ഗോബി. ദേശീയ ശാസ്ത്ര ദിനം? ഫെബ്രുവരി 28. ശനിഗ്രഹത്തിൻ്റെ വലയങ്ങൾ കണ്ടെത്തിയത് ആര്? ഗലീലിയോ ഗലീലി. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ? ഇന്ദിരാഗാന്ധി കനാൽ. ലോകത്തിലെ ഏറ്റവും വലിയ മരുഭൂമി? സഹാറ, ഇത് ആഫ്രിക്കയിലാണ്. തപാൽ സ്റ്റാമ്പിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? സർ റൗളണ്ട് ഹിൽ. കേരള ആരോഗ്യ സർവകലാശാലയുടെ ആസ്ഥാനം? തൃശ്ശൂർ.
ആദ്യ മലയാള വർത്തമാന പത്രം. രാജ്യസമാചാരം. ഗജശാസ്ത്രം എഴുതിയ മഹർഷി. പാലകാപ്യൻ. സാഹിത്യത്തിന് നോബൽ സമ്മാനം നേടിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. വിൻസ്റ്റൺ ചർച്ചിൽ. നർമ്മദാ നദി തീരത്തു പണിത ജലസേചന പദ്ധതി. സർദാർ സരോവർ. കേരളത്തിലെ കത്തോലിക്ക കലാലയങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളത്. സെൻറ് തോമസ് കോളേജ്, തൃശ്ശൂർ. ഓസ്കർ അവാർഡ് നേടിയ ആദ്യ മലയാളി. റസൂൽ പൂക്കുട്ടി. കേരളത്തിൽ ആദ്യമായി എത്തിയ ഇംഗ്ലീഷുകാരൻ. മാസ്റ്റർ റാൽഫ് ഫിച്ച്. ഇന്ത്യയിലെ ആദ്യത്തെ ശബ്ദ ചലച്ചിത്രം. ആലം ആര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം. ത്വക്ക്. ഏപ്രിൽ 23 ലോക പുസ്തക ദിനമാണ്. അന്ന് ആരുടെ ജന്മദിനമാണ്? വില്യം ഷേക്സ്പിയർ. മഹാപുരാണങ്ങൾ എത്രയാണ്? 18. വലിയ ദിവാൻജി എന്ന് വിളിച്ചു പോന്ന തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? രാജാ കേശവദാസ്. കിഴവൻ രാജാവ് എന്നറിയപ്പെട്ടിരുന്നത് ആര്? ധർമ്മരാജാവ്. ആലപ്പുഴ തുറമുഖത്തിൻ്റെ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയ ദിവാൻ. രാജാ കേശവദാസ്. തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തുന്നതിന് വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി. റാണി ഗൗരി ലക്ഷ്മിഭായ്. ഗർഭശ്രീമാൻ എന്നറിയപ്പെട്ടിരുന്ന തിരുവിതാംകൂർ രാജാവ്. സ്വാതി തിരുനാൾ. ജൂതന്മാരുടെ ആദ്യ ദേവാലയം കേരളത്തിൽ സ്ഥാപിച്ചത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ. അവസാന മാമാങ്കം ഏതു വർഷമായിരുന്നു? 1755. 1755. 1857 ആലപ്പുഴയിൽ ആദ്യത്തെ പോസ്റ്റ് ഓഫീസ് സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്താണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഭണ്ഡാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി. ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ 1936 പ്രസിദ്ധമായ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച മഹാരാജാവ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തിരുവിതാംകൂറിൽ നിലനിന്നിരുന്ന ശുചീന്ദ്രം കൈമുക്ക് എന്ന ദുരാചാരം നിർത്തലാക്കിയത് ആരുടെ ഭരണകാലത്താണ്? സ്വാതി തിരുനാൾ. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിലെ സുവർണകാലം എന്നറിയപ്പെട്ടിരുന്നത് ആരുടെ ഭരണകാലത്തെയാണ്? സ്വാതി തിരുനാൾ. 1866 ബ്രിട്ടീഷ് രാജ്ഞി മഹാരാജ എന്ന ബിരുദം സമ്മാനിച്ച് ആദരിച്ചത് ഏത് തിരുവിതാംകൂർ മഹാരാജാവിനെയാണ്? ആയില്യം തിരുനാൾ. തിരുവിതാംകൂറിൽ ചാന്നാർ സ്ത്രീകൾക്ക് മാറുമറയ്ക്കുവാൻ സ്വാതന്ത്ര്യം അനുവദിച്ചു നൽകിയ തിരുവിതാംകൂർ ഭരണാധികാരി. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1937 സർവകലാശാല സ്ഥാപിച്ച മഹാരാജാവ്. ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. തൃശ്ശൂർ പൂരം ഏത് കൊച്ചി മഹാരാജാവിൻ്റെ ഭരണകാലത്താണ് ആരംഭിച്ചത്? ശക്തൻ തമ്പുരാൻ. കേരളത്തിൽ ബ്രിട്ടീഷ് അധികാരത്തിനെതിരായി 1721 ഏപ്രിൽ 15 നടന്ന കലാപം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആറ്റിങ്ങൽ കലാപം. കുണ്ടറ വിളംബരം എന്നായിരുന്നു? 1809 ജനുവരി 11. തിരുവിതാംകൂറിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ തദ്ദേശീയരായവർക്ക് പ്രവേശനം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1891 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനം എന്തായിരുന്നു? മലയാളി മെമ്മോറിയൽ. 1896 ഡോക്ടർ പൽപ്പുവിൻ്റെ നേതൃത്വത്തിൽ ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് സമർപ്പിച്ച നിവേദനം എന്തായിരുന്നു? ഈഴവ മെമ്മോറിയൽ. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? കെ രാമകൃഷ്ണപിള്ള. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയെ തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ടത് എന്ന്? 1910 സെപ്റ്റംബർ 26. സ്വദേശാഭിമാനി കെ രാമകൃഷ്ണപിള്ളയുടെ ശവകുടീരം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പയ്യാമ്പലം, കണ്ണൂർ.
ജാതിമത ഭേദമന്യേ തിരുവിതാംകൂറിലെ എല്ലാ ജനങ്ങൾക്കും സമത്വം നേടിക്കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച പ്രക്ഷോഭം. പൗരസമത്വ പ്രക്ഷോഭം. പ്രസിദ്ധമായ കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് സി. കേശവൻ. പിന്നോക്ക സമുദായങ്ങൾക്ക് നിയമസഭയിൽ ജനസംഖ്യാ ആനുപാതികമായി പ്രാതിനിധ്യം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട തിരുവിതാംകൂറിൽ നടന്ന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. അമേരിക്കൻ മോഡൽ ഭരണക്രമം പ്രഖ്യാപിച്ച ദിവാൻ സർ സി. പി. രാമസ്വാമി അയ്യർ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് പട്ടം എ. താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? പട്ടം എ. താണുപിള്ള. തിരുവിതാംകൂറിലെ ആദ്യത്തെ ജനകീയ മന്ത്രിസഭ നിലവിൽ വന്നത് എന്ന്? 1948 മാർച്ച് 24. പ്രസിദ്ധമായ ഇലക്ട്രിസിറ്റി സമരം ഏത് ദിവാൻ്റെ ഭരണകാലത്താണ് നടന്നത്? ആർ. കെ. ഷൺമുഖം ചെട്ടി. തിരുവിതാംകൂർ കൊച്ചി സംയോജനം എന്നായിരുന്നു? 1949 ജൂലൈ 1. കൊച്ചി രാജ്യത്തെ ആദ്യത്തെ കോൺഗ്രസ് മന്ത്രിസഭയ്ക്ക് നേതൃത്വം നൽകിയത് ആര്? ഇക്കണ്ട വാര്യർ. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാന കാരണം? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം. പഴശ്ശിരാജയുടെ സർവ്വസൈന്യാധിപൻ? കൈത്തേരി അമ്പു. മഹാത്മാഗാന്ധി ആധുനിക കാലത്തെ മഹാത്മുതം എന്ന് വിശേഷിപ്പിച്ച സംഭവം? 1936 ക്ഷേത്രപ്രവേശന വിളംബരം. കയ്യൂർ സമരം നടന്ന താലൂക്ക്? ഹോസ്ദുർഗ്. മലബാർ ലഹളയുമായി ബന്ധപ്പെട്ട ദുരന്തം? വാഗൻ ട്രാജഡി. അത് നടന്നത് 1921 നവംബർ 10. മലബാറിലെ വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ച മിഷൻ? ബാസൽ മിഷൻ. കുറിച്യരുടെ കലാപം നടന്നത് എന്ന്? 1812 മാർച്ച് 25. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി സവർണ ജാഥ നയിച്ച നേതാവ്? മന്നത്ത് പത്മനാഭൻ. 1937 ശ്രീ ചിത്തിര തിരുനാൾ സ്ഥാപിച്ച തിരുവിതാംകൂർ സർവകലാശാല പിൽക്കാലത്ത് ഏത് സർവകലാശാലയായി രൂപം പ്രാപിച്ചു? കേരള സർവകലാശാല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തിൽ പങ്കെടുത്ത ഏക മലയാളി? ബാരിസ്റ്റർ ജി. പരമേശ്വരൻ പിള്ള. മഹാത്മാഗാന്ധിയുടെ ആത്മകഥയിൽ പരാമർശിക്കപ്പെടുന്ന ഏക മലയാളി? ബാരിസ്റ്റർ ജി. പി. പരമേശ്വരൻ പിള്ള. കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് ആര്? സ്വദേശാഭിമാനി കെ. രാമകൃഷ്ണപിള്ള. ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം? 1931-32 കാലഘട്ടങ്ങളിൽ. ക്ഷേത്രപ്രവേശന വിളംബരം എഴുതി തയ്യാറാക്കിയത് ആര്? ഉള്ളൂർ എസ്. പരമേശ്വരയ്യർ. കൊല്ലവർഷം ആരംഭിച്ചത് എന്ന്? AD 825. ദിവാൻ കേശവദാസിന് രാജാ കേശവദാസ് എന്ന ബഹുമതി നൽകിയ ഗവർണർ ജനറൽ? മോണിങ്ടൺ പ്രഭു. തിരുവിതാംകൂറിൽ ജാതിയുടെ പേരിൽ കൊടുത്തിരുന്ന നികുതി സമ്പ്രദായം നിർത്തലാക്കപ്പെട്ടത് ഏത് ഭരണാധികാരിയുടെ കാലത്തായിരുന്നു? റാണി ഗൗരി പാർവതിബായി. തിരുവിതാംകൂറിൽ സെക്രട്ടേറിയറ്റ് ഭരണ സമ്പ്രദായം നടപ്പിലാക്കിയ ദിവാൻ? മൺട്രോ. 1836 തിരുവനന്തപുരത്ത് നക്ഷത്ര ബംഗ്ലാവ് സ്ഥാപിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു? സ്വാതി തിരുനാൾ. കൂനൻകുരിശ് കലാപം നടന്നത് എന്ന്? 1653. തിരുവിതാംകൂറിൽ പോലീസ് സൈന്യത്തെ പുനഃസംഘടിപ്പിച്ചത് ഏത് മഹാരാജാവിൻ്റെ ഭരണകാലത്തായിരുന്നു? വിശാഖം തിരുനാൾ. തിരുവിതാംകൂറിൽ ശ്രീമൂലം തിരുനാളിൻ്റെ ഭരണകാലത്ത്
1888 രൂപീകരിച്ച നിയമനിർമ്മാണ സഭയുടെ പേര്? ലെജിസ്ലേറ്റീവ് കൗൺസിൽ. തിരുവിതാംകൂറിൽ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് സർവീസ് നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്തായിരുന്നു? ശ്രീ ചിത്തിര തിരുനാൾ. കൊച്ചി രാജ്യത്ത് 1854 അടിമ സമ്പ്രദായം നിർത്തലാക്കിക്കൊണ്ടുള്ള വിളംബരം പുറപ്പെടുവിച്ച ദിവാൻ? ശങ്കരവാര്യർ. കൊച്ചിൻ ഗവൺമെൻറ് ആക്ട് പാസാക്കിയത് എന്ന്? 1938 ജൂൺ 17. 1921 ഏപ്രിലിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ടി. പ്രകാശം. സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി? പി. ഗോവിന്ദ മേനോൻ. താങ്ക് യു.